ലക്ഷ്യം പാർട്ടി അണികളെ പിണറായി വിജയൻ തെരുവിലിറക്കി പ്രതിരോധിച്ചാലും രക്ഷയില്ല. വീണ വിജയൻ 2 ദിവസത്തിനുള്ളിൽ അറസ്റ്റായി അഴിയണം. ചോദ്യം ചെയ്യലിന് ബംഗളൂരുവിലേക്ക് വിളിച്ചു വരുത്തി അറസ്റ്റ് ചെയ്യുവാനാണ് നീക്കം. കേരളത്തിൽ അറസ്റ്റ് ചെയ്താൽ സിപിഎമ്മിലെ അടിമച്ചാവേറുകൾ ആക്രമം അഴിച്ചുവിടുമെന്ന സാഹചര്യത്തിലാണ് ഇഡിയുടെ നിർണായക നീക്കം. പാർട്ടിയെ വിറ്റും അണികളെ കൊണ്ടും ചുടുചോര വാരിച്ചും ശതകോടീശ്വരന്മാരായി തീർന്ന കുടുംബത്തിൽ ഇനിയുമുണ്ടാകും അറസ്റ്റ്. വീണയെ അറസ്റ്റിൽ നിന്ന് രക്ഷിക്കാൻ ഇഡി അന്വേഷണം മരവിപ്പിക്കണമെന്നാവശ്യപ്പെട്ട കരിമണൽ കമ്പനി ഹൈക്കോടതിയിൽ അഭയം തേടിയിരുന്നു. റെയ്ഡിന് പിന്നാലെ കരിമണൽ കമ്പനിയുടെ 242 അക്കൗണ്ടുകളിലെ 18.36 കോടി രൂപ മരവിപ്പിച്ചിരിക്കുകയാണ് ഇഡി. പിണറായി വിജയന്റെ മകൾ വീണയുടെ HDFC ബാങ്ക് അക്കൗണ്ട് ഉൾപ്പെടെയാണിത്. വീണയുടെ മറ്റ് അക്കൗണ്ടുകളിലേക്കും കരിമണൽ കമ്പനി പണം നൽകിയിരുന്നുവെന്ന സൂചനകളാണ് പുറത്തുവരുന്നത്. വീണ വിജയനെ ചോദ്യം ചെയ്യൽ ഹാജരാകാൻ ബന്ധപ്പെട്ടവർക്ക് ഇഡി വൈകാതെ സമൻസ് അയക്കും. അതൊഴിവാക്കാൻ പിണറായി വിജയനും ഭർത്താവ് മുഹമ്മദ് റിയാസും പാർട്ടിയെ പരമാവധി ഉപയോഗിക്കുകയാണ്. വീണയെ അറസ്റ്റ് ചെയ്താൽ സംസ്ഥാന വ്യാപകമായ അക്രമം നടത്താനാണ് പാർട്ടിയുടെ നീക്കം. വീണയുടെ വീട്ടിൽ പരിശോധനയ്ക്കെത്തിയ ഉദ്യോഗസ്ഥർക്ക് നേരെയുണ്ടായ ആക്രമണം വ്യക്തമായ ഗൂഢാലോചനയുടെ ഭാഗമാണെന്നാണ് ഇഡി നിലപാട്. ഇഡി ഉദ്യോഗസ്ഥർ ആക്രമിക്കപ്പെട്ട സംഭവത്തിൽ കൂടുതൽ പേരുടെ അറസ്റ്റിന് ഒരുങ്ങുകയാണ് പോലീസ്. തിരുവനന്തപുരത്തെ അക്രമത്തിൽ നേരിട്ട് പങ്കെടുത്ത 12 പേരെ പോലീസ് തിരിച്ചറിഞ്ഞു. ഇതിൽ 5 പേരുടെ അറസ്റ്റാണ് ഇന്നലെ രാത്രി വരെ ഉണ്ടായത്. ബാക്കിയുള്ളവരെ കൂടി എത്രയും വേഗം പിടികൂടുവാനാണ് DGP നിർദ്ദേശം നൽകിയത്. ഇഡി ഉദ്യോഗസ്ഥർ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലെടുത്ത കേസാണ് ഇത്. ഇതുകൂടാതെ പോലീസുകാരന് പരിക്കേറ്റതിൽ മറ്റൊരു കേസ് കൂടി രജിസ്റ്റർ ചെയ്യും. ജാമ്യം ലഭിക്കാത്ത വകുപ്പുകളാണ് ഇവർക്കെതിരെ ചുമത്തിയിരിക്കുന്നത്. 3 ലക്ഷം രൂപയുടെ പൊതുമുതൽ നശിപ്പിച്ചുവെന്ന കുറ്റവും ചുമത്തിയിട്ടുണ്ട്. പിണറായി വിജയന്റെ മകൾ വീണ വിജയനും അവരുടെ ഉടമസ്ഥതയിലുള്ള എക്സാലോജിക് സൊല്യൂഷൻസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന കമ്പനിയും 2016 മുതൽ 2021 വരെ CMRL നിന്ന് കൈപ്പറ്റിയത് 2.78 കോടി രൂപയെന്ന SFIO അന്വേഷണ റിപ്പോർട്ട്. ഇതിൽ 2.07 കോടി വീണയ്ക്കും നേരിട്ടും 71 ലക്ഷം എക്സാലോജിക് കമ്പനിക്കുമാണ് CMRL നൽകിയിരിക്കുന്നത്. 2024 നവംബറിൽ SFIO തയ്യാറാക്കിയ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ഇഡി അഴിമതി നിരോധന നിയമം ഉൾപ്പെടുത്തി വിഷയത്തിൽ അന്വേഷണം നടത്തുന്നത്. മുൻ മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയനെതിരായ നീക്കം പിണറായി വിജയനെ ലക്ഷ്യമിട്ടുള്ള നീക്കമായിട്ടാണ് ഇടതുമുന്നണി വിലയിരുത്തുന്നത്. വീണ വിജയനെ കേരളത്തിന് പുറത്ത് ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കാനുള്ള സാധ്യതയും CPM നേതാക്കൾ തള്ളിക്കളയുന്നില്ല. ശശിധരൻ കർത്തയുടെ എംപവർ ഇന്ത്യ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ് എന്ന കമ്പനി എക്സാലോജിക്കിന് 50 ലക്ഷം വായ്പ നൽകിയിരുന്നു. ഇതിനു പുറമെ മാസം 3 ലക്ഷം രൂപ വച്ച് സർവീസ് ലെവൽ കരാർ പ്രകാരം എക്സാലോജിക്കിന് 2017 മാർച്ച് 2 നൽകുകയും ചെയ്തു. കൂടാതെ വീണയെ പ്രതിമാസം 5 ലക്ഷം രൂപ പ്രതിഫലത്തിൽ CMRLന്റെ IT കൺസൾട്ടന്റായി നിയമിക്കുകയും ചെയ്തുവെന്നാണ് SFIO റിപ്പോർട്ട് വ്യക്തമാക്കിയിട്ടുള്ളത്. പിണറായി വിജയൻ മുഖ്യമന്ത്രി ആയതിനു ശേഷം 2017 ജനുവരി 1 മുതലായിരുന്നു നിയമനം. വിവാദമായ CMRL എക്സാലോജിക് മാസപ്പടി ഇടപാടിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് നിർണായക തെളിവുകളാണ് ലഭിച്ചത്. വീണയെ അറസ്റ്റ് ചെയ്യാൻ ആവശ്യമായ വ്യക്തമായ തെളിവുകൾ ലഭിച്ചതായും മറുപടി ലഭിക്കുന്ന മുറയ്ക്ക് വീണയെ ചോദ്യം ചെയ്യൽ ഹാജരാകാൻ നോട്ടീസ് നൽകുമെന്നും ഇഡി വൃത്തങ്ങൾ വ്യക്തമാക്കിയിട്ടുണ്ട്. പരിശോധനയിൽ പിടിച്ചെടുത്ത ഡയറിയിലെ വിവരങ്ങൾ കേന്ദ്രീകരിച്ച് ഇഡി മറ്റു പ്രമുഖരിലേക്കും തെളിവ് ശേഖരണം വ്യാപിപ്പിച്ചു. റെയ്ഡിൽ കണ്ടെത്തിയ വിവിധ ബാങ്ക് അക്കൗണ്ട് വിവരങ്ങളുടെ പരിശോധന ഇതിനോടകം ആരംഭിച്ചിട്ടുണ്ട്. റെയ്ഡിനിടെ വീണ വിജയന്റെ പിടിച്ചെടുത്ത മൊബൈൽ ഫോണും CMRL MT ശശിധരൻ കർത്തയുടെ ലാപ്ടോപ്പും ഉൾപ്പെടെയുള്ള ഡിജിറ്റൽ ഉപകരണങ്ങൾ വിശദമായ ശാസ്ത്രീയ പരിശോധനയ്ക്ക് ലാബിലേക്ക് അയച്ചിരിക്കുകയാണ്.